പാകിസ്ഥാനുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ നിന്ന് വേർതിരിക്കാൻ തുർക്കി ഇപ്പോൾ ഒരു നീക്കം നടത്തുകയാണ്. അതായത് പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും തുർക്കി ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നു. ഇന്ത്യയുമായിട്ട് കൈകൊടുക്കാനായിട്ട് ഒരു നീക്കമാണ് തുർക്കി ഇപ്പോൾ നടത്താൻ പോകുന്നത്. അതൊരു അപകടകരമായ നീക്കമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇന്ത്യയുമായുള്ള സാമ്പത്തിക നയതന്ത്ര ഇടപാടുകളെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രായോഗിക സമീപനമാണ് തുർക്കി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രാദേശിക തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ മാറി നിൽക്കാനാണ് അങ്കാര ശ്രമിക്കുന്നതെന്ന് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സൃഷ്ടിച്ച ഭൗമരാഷ്ട്രീയ ചലനങ്ങൾക്ക് പിന്നാലെയാണ് തുർക്കിയുടെ ഈ വലിയ വിദേശ നയ വ്യതിയാനം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുമായി തങ്ങൾക്ക് നേരിട്ട് തർക്കങ്ങളൊന്നുമില്ലെന്നും സാമ്പത്തിക താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും തുർക്കി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ സൈനികമായി സഹായിച്ചതിന് തിരിച്ചടിയായി തുർക്കിയുടെ മെഡിറ്ററേനിയൻ താൽപര്യങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നു. തങ്ങളുമായി സംഘർഷമുള്ള സപ്രസുമായി സൈനിക സഹകരണവും പ്രതിരോധ സഹകരണവും ഇന്ത്യ വർദ്ധിപ്പിക്കുന്നത് തുർക്കിയെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. മാത്രമല്ല, സപ്രസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വാങ്ങാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് തുർക്കിയെ സംബന്ധിച്ച് വല്ലാത്തൊരു അസ്വസ്ഥത തുർക്കിയെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് തുർക്കി നയം മാറ്റുന്നതിനായുള്ള വാർത്തകൾ വരുന്നത്. പ്രകോപനം സൃഷ്ടിക്കുന്ന അതിർത്തി പരാമർശങ്ങൾ അത് വാക്കുകൊണ്ട് തുർക്കിയും പാകിസ്ഥാനും വാക്കുകൾ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒഴിവാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സാധാരണപരമായ അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയുള്ള ഒരു നയതന്ത്രം കെട്ടിപ്പടുക്കാനുമാണ് തുർക്കി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് ഇത്രയും കാലം ഉണ്ടായിരുന്നതെല്ലാം മാറ്റി ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് തുടക്കം കുറിക്കാൻ തുർക്കി ഇന്ത്യയുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അതിന് സമ്മതിക്കുമോ എന്നാണ് ഇനി നോക്കിയിരുന്ന് കാണേണ്ടത്. നിലവിൽ തുർക്കി നേരിടുന്ന ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധികളാണ് ഈ നയതന്ത്ര മാറ്റത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ബന്ധം മോശമാകുന്നതോടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക ഉപരോധങ്ങളോ വ്യാപാര നിയന്ത്രണങ്ങളോ ഒഴിവാക്കുക എന്നതാണ് അങ്കാരയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ പാകിസ്ഥാൻ തുർക്കി നൽകുന്ന പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് ഇപ്പോഴും കടുത്ത ആശങ്കയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ അതിർത്തി സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ വ്യാപകമായി ഉപയോഗിച്ചത് യുദ്ധ ഡ്രോണുകളും സെൻസർ സാങ്കേതിക വിദ്യകളും നൽകിയത് തുർക്കിയായിരുന്നു. ഈ സൈനിക സഹായങ്ങളെ തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കുമോ എന്നാണ് തുർക്കി ഇപ്പോൾ പരിശോധിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണം നേരത്തെയുള്ള കരാറുകളുടെ ഭാഗമാണെന്നും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ളതല്ല എന്നുമാണ് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറയുന്നത്. അടുത്ത കാലത്തുണ്ടായ അതിർത്തി സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ തങ്ങൾ പ്രത്യേകമായി അധിക സൈനിക സഹായവും നൽകിയിട്ടില്ല എന്നാണ് തുർക്കിയുടെ വാദം. പാകിസ്ഥാനിലേക്കുള്ള തങ്ങളുടെ സൈനിക അല്ലെങ്കിൽ നാവികസേനയുടെ സന്ദർശനങ്ങളും മിലിറ്ററി കാർഗോ വിമാന സർവീസുകളും വർഷങ്ങളായി തുടരുന്ന സാധാരണ നയതന്ത്ര നടപടിക്രമങ്ങൾ മാത്രമാണെന്നും അതിനെ ശത്രുതാപരമായി കാണരുതെന്നും തുർക്കി വിദേശകാര്യമന്ത്രി ഫക്കാൻ ഫിദാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. തുർക്കിയുടെ പെട്ടെന്നുള്ളൊരു മനമാറ്റം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാട് തുടരുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താനുള്ള തുർക്കിയുടെ ഒരു നീക്കം, അതായത് ഒരു ബാലൻസിംഗ് ആക്ട് ആയാണ് ഇന്ത്യ ഇതിനെ കണക്കാക്കുന്നത്. തുർക്കിയുടെ ആയുധങ്ങൾ മേഖലയിലെ ശക്തി സമ്മിളിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. പാകിസ്ഥാനുമായുള്ള തന്ത്രപ്രധാനമായ സഖ്യം പൂർണ്ണമായി ഉപേക്ഷിക്കാതെ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തുർക്കിയുടെ കടുത്ത നയതന്ത്ര പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സൈനിക സഹകരണം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകാതിരിക്കാൻ തുർക്കി ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ഇന്ത്യ സപ്രസിന് ബ്രഹ്മോസ് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിന്റെ അവസാനഘട്ട പണികളിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തുർക്കിയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുമായിട്ട് അടുത്തു കഴിഞ്ഞ് എങ്ങനെയെങ്കിലും സർപ്രസിന് ബ്രഹ്മോസ് നൽകാതിരിക്കാനുള്ള ഒരു നീക്കമാണ് തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രണ്ടാമത് സാമ്പത്തികപരമായ ഒരു നേട്ടം തുർക്കിക്ക് ഇപ്പോൾ ആവശ്യമാണ്. അതും കൂടെയാണ് ഇപ്പോൾ തുർക്കി ഇന്ത്യയുമായിട്ട് അടുക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്.